ഇന്നേരം പ്രിയ ദൈവമേ, നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ, നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്നോടിയങ്ങൾ നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്നോടിയങ്ങൾ നിന്റെ സന്നിധാനത്തിൽ വന്നു ചേർന്നിരിക്കുന്നു നാഥ. ഇന്നേരം പ്രിയ ദൈവമേ, നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ, നീയല്ല താരുമില്ലയോ ഞങ്ങൾക്കഭയം, നീയല്ലോ പ്രാണനാഥനേ. നീ യാചന കേട്ടിടാതായാൽ പിശാചിന്നുടെ മായ വലയിൽ നാശമായിടും ആയതിനാൽ, ഇന്നേരം പ്രിയ ദൈവമേ, നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഒരു ദിനം കൂടെ എൻ്റെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. ഈ രാവിലെ സമയം അപ്പാ പിതാവേ എന്ന് നോക്കി വിളിക്കുകയാണ് കർത്താവേ. അതിമനോഹരമായ ഈ നല്ല സമയം കർത്താവിൻ്റെ തിരുമുൻപാകെ കൂട്ടിവരുത്തി ഓർത്ത് നന്ദി പറയട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട് കർത്താവേ, എല്ലാവരെയും പേരുപേരായി അങ്ങയുടെ കരങ്ങളെ ചാർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥ. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെ ഇരിക്കണമേ. ഇന്നുവരെ ഞങ്ങളെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച ദൈവം അവിടുന്ന് ആലോചന നടത്തിയത്, അവിടുന്ന് പുനകരം ചേർത്ത് പിടിച്ച് നടത്തിയതാണ്. വരാമായിരുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി വർഷാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിച്ച ദൈവമാ. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെയിരുന്ന ദൈവമാ. സൗഖ്യത്തോടും സമാധാനത്തോടും നടത്തിയ ദൈവം അതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. പിന്നെയും ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവം അവിടുന്നാകിയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പാതവിടം ചേർന്ന് കടന്നു വന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവ്. ഞങ്ങളുടെ യാചനയുടെ ശബ്ദം കേൾക്കുന്ന ദൈവം, ഞങ്ങൾക്ക് മറുപടി അയക്കുന്ന ദൈവമാ. ഞങ്ങളുടെ സകല ആഗ്രഹവും ആവശ്യം പറഞ്ഞ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനം പരിശ്രമം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാനമായി തന്ന ജീവിത പങ്കാളി, ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി നടത്തിയ ദൈവമേ, അടിയനവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെയും മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ, നല്ല ഭാവിയിലെത്തുവാൻ സഹായിക്കണമേ. ശത്രുവരെ കാണല്ലേ അപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. ദൈവകൃപയിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തി കരുണയോടെ ഓർക്കണമേ. എല്ലാ സമാധാനവും അനുഗ്രഹം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിത്തരണമേ കർത്താവെ. ബാലപീഠയിൽ നിന്നും വിടുവിച്ചു കൊള്ളുമാറാകണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണമേ കർത്താവെ. സമാധാനവും സന്തോഷവും സൗഖ്യവും കൊടുത്ത് കർത്താവെ, ആവശ്യം ആഗ്രഹം അറിഞ്ഞ് മാനിച്ച് നടത്തണമേ എന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുമെൻ്റെ കണ്ണും ഓരോ മക്കൾക്കും അടുത്ത് കുടുംബമായി സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചല്ലോ. ബുദ്ധിമുട്ട് മുഴുവനും പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള കർത്താവ്, ആ വിഷയം ഏറ്റിരിക്കാൻ നന്ദി പറയുന്നു. വിടുതലയിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജോലിയില്ലാത്ത മക്കൾക്ക് കർത്താവ് ഒരുക്കുന്ന നല്ല ജോലിക്കായിട്ട് നന്ദി പറയുന്നു. കുടുംബജീവിതം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുടുംബജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് കൊടുക്കുന്ന തലമുറകൾക്കായി നന്ദി പറയുക. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത വൈദ്യങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി സ്വർഗമൊരുക്കുന്ന ഭവനത്തിനായി നന്ദി പറയുന്നു. ഭവനം പണിയുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ പണികളൊക്കെയും പൂർത്തീകരിച്ചതിൽ പാർക്കാൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം കൊടുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാം കർത്താവ് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു.
കർത്താവെ, കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, ഫോണിന് അടിമപ്പെട്ടവർ, അനുസരണമില്ലാതെ കർത്താവെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ബഹുമാനിക്കാതെ നടക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കുമാറാകണം. ഹല്ലേലൂയ. ദൈവമേ സഹായിക്കണമേ. പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിൽ പ്രവേശിച്ച മക്കൾക്കായിട്ട് നന്ദി പറയുന്നു. പുതുവർഷകാലം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ ജീവിതത്തിൽ കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗ്ഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഇറക്കുവാൻ നാണമാകുന്ന കിളയ്ക്കുവാൻ ശേഷിയില്ല നിത്യവൃത്തിക്കുള്ള വക ഓരോ നിമിഷവും തന്നെ സഹായിക്കണമേ. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കും, ജോലി ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സ്വർഗ്ഗം ഏറ്റെടുത്തിരിക്കാൻ നന്ദി. ദൈവമായ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹം ഓരോ മക്കളുടെ മേലും അയക്കുന്നതോർത്തും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കട്ടെ കർത്താവേ. ദൈവമേ, പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ക്ഷീണത്തിലും അസ്വസ്ഥതയിലും കടന്നു പോകുന്നവർ, കർത്താവേ ഹല്ലേലൂയ, അടിയൻ പ്രാർത്ഥിച്ചേൽപ്പിച്ച ഓരോ പ്രിയ മക്കളെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം പായുന്ന വചനം അയച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിടുവിച്ച് മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയം അത് മനസ്സിലാക്കുവാൻ തക്കണം ശരീരം തിരിച്ചറിയിട്ട് കർത്താവേ നിൻ്റെ വചനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണ്ടരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനം കർത്താവേ നിൻ്റെ മക്കളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളെയും സമർപ്പിക്കട്ടെ കർത്താവ്. എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ രോഗിക്കും നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നിൽക്കുന്ന മരുന്നങ്ങ എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സകല രോഗാവസ്ഥകളിൽ കൂടി കടിയുന്ന തൻ്റെ മക്കളുടെ പേരും പൊന്നുകരം വെച്ചിരിക്കാൻ നന്ദി പറയുന്നു. സൗഖ്യം ലഭിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ, ദൂരസ്ഥരെ സമീപസ്ഥരെ ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ശശിവേലകളെയും വേലക്കാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദേവാലയങ്ങളൊക്കെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കൃപയിൽ പൊതുന്ന ഞങ്ങളുടെ ദേശത്തിന്മേൽ സൗഖ്യമയക്കണം. അതികഠിനമായ ചൂടിൽ നിന്നൊക്കെ വിടുവിക്കുമാറാകണം. മഞ്ഞുമഴ വെച്ച് ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.